മോദിയുടെയും അതിൽ മുഖ്യമന്ത്രി കൃത്യമായി ക്ലാരിറ്റിയോടെ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിന്റെ ഇൻട്രസ്റ്റിനെ ഖനിക്കുന്ന ഒരു തീരുമാനവും കേരള സർക്കാർ എടുക്കാൻ പോകുന്നില്ല. അത് തന്നെയാണ് അതിന്റെ ഉത്തരം. അദാനി എന്ന് പറയുന്നത് മോദിയുടെയും അമിത്ഷായുടെയും സ്വന്തക്കാരാണ് എന്ന് പറഞ്ഞാലാണ് ദേശീയ തലത്തിൽ ഉൾപ്പെടെ ചർച്ചകൾ നടക്കുന്നത്. അപ്പൊ അദാനിക്ക് ഒരു സോഫ്റ്റ് കോർണർ കൊടുക്കുന്നുണ്ടോ? ഇതിൽ നിങ്ങളുടെ എല്ലാ ആക്ഷേപങ്ങളല്ലേ, ഇതിലൊന്നും ഞാൻ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾക്ക് മോഡിയെ പേടിയാണ്, നിങ്ങൾക്ക് അത് റിപ്പോർട്ട് ചെയ്യാൻ താല്പര്യമില്ല. അമിത്ഷായെ പേടിയാണ്, CBI വരും, ED വരും, നിങ്ങൾക്ക് അത് റിപ്പോർട്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ പറഞ്ഞപ്പോൾ അതിനെ ഡൈവേർട്ട് ചെയ്യാൻ നിങ്ങൾ ഇവിടുത്തെ കൊച്ചു കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുക. ഞാൻ കഴിഞ്ഞ വർഷങ്ങൾ ഗുരുവായൂരും പറഞ്ഞു ഈ കാര്യം. ഞാൻ പറയുന്നത് ഉത്തരവാദപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവ് എന്ന നിലയിൽ തന്നെയാണ് ഞാൻ പറയുന്നത്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം അമ്പലക്കൊള്ളയാണ്. BJPയും സംഘപരിവാറും നേതൃത്വം കൊടുക്കുന്ന അമ്പലക്കൊള്ള. ഇത് വിശ്വാസികളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നതാണ്. ഇതിനെതിരായിട്ടുള്ള രാജ്യവ്യാപകമായിട്ടുള്ള പ്രക്ഷോഭം ഞങ്ങൾ നടത്താൻ പോവാണ്. ഇതിനെതിരെ വിശ്വാസികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പോരാട്ടം നടത്തും. സുപ്രീം കോടതി മോണിറ്റർ ചെയ്യുന്ന ഒരു ഉന്നതതല അന്വേഷണം വേണം. സുപ്രീം കോടതി സിറ്റിംഗ് ജഡ്ജി മോണിറ്റർ ചെയ്യുന്ന അന്വേഷണം വേണം. കാരണം അയോധ്യ കേസ് ഡീൽ ചെയ്ത ആരാണ്? സുപ്രീം കോർട്ടാണ്. സുപ്രീം കോടതി വിധി അനുസരിച്ചാണ് ഈ ടെമ്പിൾ പണിഞ്ഞിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ടെമ്പിളിന് ട്രസ്റ്റ് പ്രൈം മിനിസ്റ്റർ മോണിറ്റർ ചെയ്യുന്ന, പ്രൈം മിനിസ്റ്റർ തന്നെ മേൽനോട്ടം വെച്ച ട്രസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവർ കൊഴിഞ്ഞു മാറാൻ കഴിയും. 20-ാം തീയതി പാർലമെന്റ് സമ്മേളനം നടക്കുകയാണ്. ഞങ്ങൾ കണക്ക് ചോദിച്ചിരിക്കും. ഈ പാർലമെന്റ് സമ്മേളനത്തിൽ അയോധ്യയിലെ കാര്യത്തിൽ ഗവൺമെന്റിനെ കൊണ്ട് മറുപടി പറയിപ്പിക്കാനുള്ള ഉച്ചതമായ പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ശബരിമല വിഷയം ഉയർത്താനുള്ള ധാർമ്മികമായ അവകാശം BJPക്ക് ഇതോടെ നഷ്ടമായി എന്നാണ്. അല്ല, അവർ ശബരിമല ഉയർത്തിയിട്ടില്ലായിരുന്നല്ലോ. അതിലൊരു കള്ളക്കളിയായിരുന്നു ഇവിടെ. അവർക്ക് വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒറ്റ ലക്ഷ്യം, ഒന്നുകിൽ കക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ജനങ്ങളെ വിഭജിക്കാൻ പറ്റുമോ, ഭിന്നിപ്പിക്കാൻ പറ്റുമോ. ഈ ഉദ്ദേശം മാത്രമേ അവർക്കുള്ളൂ. മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികളെ പിളർക്കുന്ന രീതി എനിക്ക് അത്ഭുതം തോന്നുന്നു. മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. 28 MPമാരിലെ TMCയിൽ നിന്ന് 20 പേരെ അടർത്തിയെടുക്കുന്നു. ഇന്നലെ വരെ അവർ BJPക്കെതിരെ ഏറ്റവും ശക്തമായി വിമർശിച്ചിരുന്നവരാണ്. അവരെങ്ങനെ ഒരു സുപ്രഭാതത്തിൽ BJP ബന്ധുക്കളായി മാറിയത്? അത് പേടിപ്പിച്ചിട്ട്, ഭീഷണിപ്പെടുത്തിയിട്ട്, വരട്ടിയിട്ട്, എല്ലാവിധമായിട്ടുള്ള മോശമായ മാർഗങ്ങൾ ഉപയോഗിച്ച് അവരെ ഭീഷണിപ്പെടുത്തിയിട്ട് അതാണ് നടന്നിരിക്കുന്നത്. ശിവസേനയിൽ നടന്നു, ആം ആദ്മി പാർട്ടിയിൽ നടന്നു. അപ്പൊ ഈ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ നിങ്ങൾക്കറിയാം, ഡീലിമിറ്റേഷൻ ബില്ല് പാസ്സാക്കലാണ് ലക്ഷ്യം. ഡീലിമിറ്റേഷൻ ബില്ല് പാസ്സാക്കിയിട്ട് എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ട് അട്ടിമറി നടത്തിയിട്ട് ഈ രാജ്യം ഭരിക്കാമെന്നാണ് അവർ വിചാരിക്കുന്നത്. ഇത് ഇന്ത്യയിലെ ജനങ്ങൾ സമ്മതിക്കില്ല. ഇതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള വികാരം ഇന്ത്യയിലെ ജനങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ അത് പ്രകടിപ്പിക്കും. അവർക്ക് നീറ്റിൽ താല്പര്യമില്ല. CBSEയും നീറ്റും നിങ്ങൾക്കറിയാം എത്രമാത്രം വിദ്യാർത്ഥികളുടെ ഭാവിയാണ് അപകടത്തിലാക്കിയത്. ആ പരീക്ഷാ ചോർച്ചയ്ക്ക് നേതൃത്വം കൊടുത്ത മന്ത്രി തുടരുകയാണ്, രാജിയില്ല. മറ്റൊരു മന്ത്രിയുടെ സ്റ്റാഫ് മുഴുവൻ രാജിവെച്ചിരിക്കുകയാണ്. ഇതൊന്നും മീഡിയകളിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തി പറയുന്നില്ല. ഞാൻ വെർണാക്കുലർ മീഡിയയെ കുറിച്ചും അല്ല പറയുന്നത്, ദേശീയ മാധ്യമങ്ങളെ കുറിച്ചാണ് പ്രത്യേകിച്ച് പറയുന്നത്. ഒരു മന്ത്രിയുടെ 5 സ്റ്റാഫ് രാജിവെച്ചിരിക്കുന്നു, പ്രൈവറ്റ് സെക്രട്ടറി ഉൾപ്പെടെയല്ല. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കുംഭകോണങ്ങളിൽ ഒന്നാണെന്നാണ് പറയപ്പെടുന്നത്. അന്വേഷണം വേണ്ടേ? അതിന് ശബ്ദം ഉയരണ്ടേ? അപ്പൊ ഇത്തരം കാര്യങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിക്കുക. കേരളത്തിലെ കൊച്ചു കാര്യങ്ങളൊക്കെ ഞങ്ങൾ പരിഹരിക്കും. നമസ്കാരം.